ഹായ് ഹലോ വെൽക്കം ടു PSC Pro. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് -12 1/2 പ്ലസ് 1/2. ഈ -12 1/2 എന്നുള്ളത് നമുക്ക് -12 × 2 + 1 ഇങ്ങനെ എഴുതാം. ഇതിന് /2 + 1/2. അപ്പോൾ ഇതായത് -12 × 2 എന്ന് വെച്ചാൽ 24, 24 + 1 25, -25/2 + 1/2. എന്നിട്ട് രണ്ടിൻ്റെയും ഛേദം ഒന്നായതുകൊണ്ട് കോമൺ ആയിട്ട് /2 എന്ന് എഴുതാം. -25 + 1 -24 വ്യത്യസ്ത ചിഹ്നം ആയതുകൊണ്ട് മൈനസ് ചെയ്യുന്നു, വലത്തിൻ്റെ ചിഹ്നം ഉള്ളൂ. 24/2 എന്ന് വെച്ചാൽ ആൻസർ 12 ആണ്. -12 എന്ന് വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ, -12. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഭിന്നസംഖ്യയുടെ വർഗം? ഈ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിൽ ഏതൊക്കെയാണ് വർഗം എന്ന് നോക്കാം നമുക്ക്. അതായത് ഇവിടെ 4 എന്ന് പറയുന്നത്, ഈ 4 എന്ന് പറയുന്നത് 2ൻ്റെ വർഗമാണ്, 2ൻ്റെ സ്ക്വയറാണ് 4. 15 ഒരു സംഖ്യയുടെയും വർഗമല്ല. അതുപോലെ ഓപ്ഷൻ ബിയിൽ 8 എന്ന് പറയുന്നത് ഒരു വർഗമല്ല, 2ൻ്റെ ക്യൂബായിട്ട് വരുന്നതാണ്. 9 എന്ന് പറയുന്നത് 3ൻ്റെ വർഗമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഈ ലാസ്റ്റ് ഓപ്ഷൻ ഡി 4/9 ഇതാണ് ഒരു ഭിന്നസംഖ്യയുടെ വർഗം എന്ന് പറയാൻ പറ്റുന്നത്. 4 എന്ന് പറയുന്നത് 2ൻ്റെ വർഗമാണ്, 9 എന്ന് പറയുന്നത് 3ൻ്റെ വർഗമാണ്. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി 4/9. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റയാനെ കണ്ടെത്തുക. ഇതിൽ 3, 11, 19, 27. 3 എന്ന് പറയുന്നതിന് പൊതുവായിട്ട് ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 3ഉം പിന്നെ എല്ലാ നമ്പേഴ്സിനും പൊതുവായിട്ടുള്ളൊരു ഘടകമാണ് 1ഉം 3ഉമാണ്. 11നും പ്രത്യേകിച്ച് വേറെ ഘടകവർഗ്ഗങ്ങളൊന്നുമില്ല, 1ഉം 11ഉം വരും. 19ഉം വേറെ ഘടകങ്ങളില്ല, 1ഉം ആ നമ്പർ തന്നെ വരും. പക്ഷേ 27 എന്ന് പറയുന്ന നമ്പർ നമുക്ക് ഘടകങ്ങളാക്കാം. എങ്ങനെയൊക്കെ ചെയ്യാം? 3 × 9 27 അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്, പിന്നെ 27 ഉണ്ട്. അപ്പോൾ ആ നമ്പറും 1ഉം ഒഴികെ 27 മാത്രമേ വേറെ ഘടക നമ്പറുകളുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 27 ആണ്. ബാക്കി ഒന്നിനും ഘടകങ്ങൾ വരുന്നില്ല. ആ ഒരു നമ്പറും 1ഉം മാത്രമേ ഉള്ളൂ. അതെല്ലാ നമ്പേഴ്സിനും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് 27 ആണ്. 27 എന്ന് പറയുന്നത് നമുക്കതിനെ ഘടകങ്ങളായിട്ട് മാറ്റി എഴുതാം. 3, 9, 9/3 27. അടുത്ത ക്വസ്റ്റ്യനോട്ട് നോക്കാം. അടുത്ത പദം ഏതാണ്? ഇത് വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. അതായത് തൊട്ടടുത്തുള്ള 2 നമ്പറുകൾ തമ്മിൽ കൂട്ടി എഴുതിയേക്കുന്നതാണ്. അത് 1 + 1 = 2. അടുത്ത നമ്പർ നോക്കിയേ, 1 2 കൂട്ടുന്നു, 3 കിട്ടുന്നു. അടുത്ത നമ്പർ 2ഉം 3ഉം കിട്ടുന്നു, 5. അടുത്ത നമ്പർ 3ഉം 5ഉം തമ്മിൽ ആഡ് ചെയ്യാം, ആൻസർ 8. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 8 ആണ്. തൊട്ടടുത്തുള്ള 2 നമ്പറുകൾ തമ്മിൽ കൂട്ടി പോവുക. 1ഉം 1ഉം കൂട്ടിയാൽ ഇവിടെ 2 കിട്ടും. അതിനുശേഷം 1ഉം 2ഉം തമ്മിൽ കൂട്ടുക, 3 കിട്ടും. അടുത്തത് 2ഉം 3ഉം തമ്മിൽ കൂട്ടുക, 5 കിട്ടും. ലാസ്റ്റ് നമ്പർ കണ്ടെത്താനായിട്ട് 3ഉം 5ഉം തമ്മിൽ കൂട്ടുക, ഇവിടെ 8 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ 1500 രൂപയ്ക്ക് വാങ്ങിയ TV 13,350 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനമാണ്? അപ്പം നഷ്ടശതമാനം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില × 100 ആണ്. അപ്പോൾ ഇവിടെ നഷ്ടം എത്രയാണെന്ന് നോക്കാം. 15,000 രൂപയ്ക്ക് വാങ്ങിയൊരു TV ആണ്, 13,350 രൂപയ്ക്കാണ് അയാൾ വിറ്റിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നഷ്ടം എത്രയായിരിക്കും? എത്ര രൂപ നമുക്ക് നഷ്ടം വന്ന് നമുക്ക് നോക്കാം. അയാൾക്ക് ആകെ നഷ്ടം വന്നിരിക്കുന്ന തുക എന്ന് പറയുന്നത് വാങ്ങിയ വിലയായ 15,000 രൂപയിൽ നിന്ന് വിറ്റ വില കുറച്ച് നോക്കാം. അപ്പോൾ 15,000 നിന്ന് 13,000
350 രൂപ പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് 1650 രൂപ. ഈ 1650 രൂപയാണ് ഇതിൻ്റെ നഷ്ടം. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നഷ്ടശതമാനമാണ്. അപ്പം നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ നഷ്ടം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില എന്ന് പറയുന്നത് ഇവിടെ 15,000 ഇൻറ്റു 100 ചെയ്താൽ നഷ്ടശതമാനം കിട്ടും. മുകളിൽ കാണുന്ന 1650 എന്ന് പറയുന്നത് 15,000 നിന്ന് 13,350 രൂപ മൈനസ് ചെയ്തിട്ടുള്ള നഷ്ടമാണ്. അപ്പം നഷ്ടം ഡിവൈഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ചെയ്താൽ നഷ്ടശതമാനം കിട്ടും. നമുക്ക് നോക്കാം. ഇവിടെ ഈ 2 പൂജ്യം തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ ഒരു പൂജ്യവും പോയാൽ 15 165 എത്ര 15 ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 15 വെട്ടിക്കളയാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. 15ൻ്റെ ടേബിളിൽ തന്നെ വെട്ടുകയാണെങ്കിൽ 15 ഒരു 15, 16 ഒരു 15, ബാക്കി ഒരു ശിഷ്ടം ഒരു 1 ഉണ്ടാവും. ഇവിടെ കൊടുത്ത 15 കിട്ടും. 15 ഒരു തവണ ബാക്കി വരുന്ന വാല്യൂ 11 അപ്പോൾ ഇതിൻ്റെ നഷ്ടശതമാനം എന്ന് പറയുന്നത് 11. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനോട്ട് നോക്കാം. സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 1296 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിൻ്റെ ഒരു വശത്തിന് എത്ര മീറ്റർ നീളമുണ്ട്? അപ്പോൾ ഇവിടെ ഒരു സമചതുരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സമചതുരം ഇതിൻ്റെ പരപ്പളവാണ് തന്നിരിക്കുന്നത്. പരപ്പളവ് എന്ന് പറയുന്നത് വിസ്തീർണത്തിൻ്റെ മറ്റൊരു പേരാണ് പരപ്പളവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ചതുരത്തിൻ്റെ ഒരു വശം എ ആയാൽ ഇതിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A². അപ്പോൾ A² എന്ന് പറയുന്നത് തന്നെയാണ് പരപ്പളവ്. വിസ്തീർണമാണ് പരപ്പളവ്. അപ്പോൾ വിസ്തീർണം എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 1296 എങ്കിൽ ഒരു വശം എത്ര മീറ്റർ നീളമുണ്ടാകും? അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ചാൽ മതി. സ്ക്വയർ റൂട്ട് ഓഫ് 1296 ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാമല്ലോ നോർമലായിട്ട്. 1296 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. 2 വെച്ച് ഹരിച്ചാൽ 6, 9 4 തവണ 8, 16 2 8 തവണ 2 വെച്ച് ചെയ്താൽ 1 2 4 വീണ്ടും നമുക്ക് 2 വെച്ച് ചെയ്താൽ 1 6 2 വെച്ച് ചെയ്യാം 8 1. ഇനി 2 വെച്ച് പോകില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിനേക്കാൾ അടുത്തൊരു വലിയ നമ്പർ എന്ന് പറയുന്നത് 3 വെച്ച് ചെയ്താൽ 2 7 22 3 9 തവണ 9 3 1. അപ്പോൾ ഇതിൽ എത്ര നമുക്ക് ഇതിൻ്റെ പറക്ക റൂട്ട് എടുക്കാം. ലെഫ്റ്റ് എടുക്കുമ്പോൾ വരുന്നത് 4 2 വന്നിട്ടുണ്ട്. അപ്പോൾ 2 പുറത്തെടുക്കാം. അതുപോലെ 4 3 ഉണ്ട്. 2 3 എടുക്കാം. ഇതിൻ്റെ ആൻസർ 2 × 2 4, 4 × 9, 3 × 3 9, 9 4 36. ഓപ്ഷൻ സി 36 ഇതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. നീലിമ സഞ്ചരിച്ച തീവണ്ടി 2 മണിക്കൂർ 30 മിനിറ്റ് കൊണ്ട് 300 കിലോമീറ്റർ ഓടിയാണ് കോഴിക്കോട് എത്തിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര മണിക്കൂറിനാണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നീലിമ സഞ്ചരിച്ച തീവണ്ടി 300 കിലോമീറ്റർ ഓടാനായിട്ട് 2.5 മണിക്കൂർ എടുത്തു. 2.5 എന്ന് വെച്ചാൽ 2.5 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ടാണ് 300 കിലോമീറ്റർ ഓടിയത്. തീവണ്ടിയുടെ ശരാശരി വേഗം എത്ര? വേഗത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വേഗത സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഡിസ്റ്റൻസ് നമുക്കറിയാം 300 ഡിവൈഡ് ബൈ ടൈം വരുന്നത് 2.5. എത്ര കിട്ടും ഹരിച്ചാൽ? നമുക്ക് ദശാംശം പ്രശ്നമാണെങ്കിൽ ദശാംശം മാറ്റാനായിട്ട് എന്ത് ചെയ്യാം? ഇൻറ്റു 10
ബൈ 10 എന്ന് കൊടുക്കുക. ഇവിടെ 0.5 അതായത് പോയിന്റ് വെച്ചിട്ട് ഒരു സ്ഥാനമുണ്ട്. അത് മാറ്റാനായിട്ട് ഒരു 10 വെച്ച് നമുക്ക് ഗുണിക്കാം. 10 വെച്ച് താഴെ ഗുണിക്കുമ്പോൾ അതുപോലെ തന്നെ മുകളിൽ ഗുണിക്കേണ്ടതാണ്. അപ്പോൾ എന്ത് കിട്ടും? ഈക്വൽ ടു മുകളിലപ്പോൾ 3000 എന്നാവും, ഡിവൈഡ് ബൈ താഴെ 25 എന്നാവും. ആ ദശാംശ സ്ഥാനം പോയി കിട്ടും. ഇത് നമുക്ക് നോക്കാം. എളുപ്പത്തിന് നോക്കാവുന്നത് 100-ന് എത്ര 25 എന്ന് നോക്കാം. 100-ൽ 425 ഉണ്ട്. അപ്പം 100-ൽ 1225 ഉണ്ടാവും. 100-ൽ 425 ഉണ്ട്. 200-നാകുമ്പോൾ 825 ആവും. 300-നാകുമ്പോൾ 1225 ആവും. ഇങ്ങനെ എളുപ്പത്തിൽ ഉത്തരം കിട്ടാം. 120 120 കിലോമീറ്ററാണ് ഈ ട്രെയിനിൻ്റെ ശരാശരി വേഗത. അടുത്ത ക്വസ്റ്റ്യൻ. 8.1/4 ലിറ്റർ പാൽ 3/4 ലിറ്ററിൻ്റെ കുപ്പികളിലാക്കിയാൽ കുപ്പികളുടെ എണ്ണം ആകെ എത്ര കുപ്പികൾ വേണം എന്നറിയാനായിട്ട്. അപ്പോൾ ഈ വിഷമഭിന്നമായ 8.1/4 നമുക്കൊന്ന് ചെറുതാക്കാം. എങ്ങനെ എഴുതാം? 8.1/4 എന്ന് വെച്ചാൽ എങ്ങനെയാ പറഞ്ഞ പോലെ 8 × 4 + 1/4 എന്നാണ് ഇതിൻ്റെ മീനിങ്. അതായത് 4 32 1 33 33/4. അപ്പോൾ ടോട്ടൽ 33/4 ലിറ്റർ പാലുണ്ട്. ഇതിൻ്റെ ഒരു കുപ്പിയുടെ അളവാണ് തന്നേക്കുന്നത്. 3/4 ലിറ്ററിൻ്റെ കുപ്പിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ എത്ര കുപ്പികൾ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഹരിക്കുക ചെയ്യേണ്ടത് ഹരണം 3/4. ഇത് ഹരിക്കണ കാര്യം എന്ത് ചെയ്താൽ മതി? 33/4 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതാം 4/3. പിന്നെ 4 ക്യാൻസൽ ചെയ്ത് 33-ൽ എത്ര 3 ഉണ്ട്? 11 3 ഉണ്ട്. അപ്പോൾ ആകെ വേണ്ട കുപ്പികളുടെ എണ്ണം 11. അടുത്ത ക്വസ്റ്റ്യൻ. 27 കിലോഗ്രാം അരി 20 പേർക്ക് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര വീതം അരി കിട്ടും? ഒരു ദിവസവും മുമ്പ് ചെയ്ത കണക്ക് പോലെ തന്നെയാണ്. ആകെയുള്ളത് 27 കിലോ അരിയാണ്. അത് 20 പേർക്ക് കൊടുക്കണം. ഡിവൈഡ് ബൈ 20 ചെയ്താൽ മതി ഒരാൾക്ക് കൊടുക്കേണ്ടത് കണ്ടെത്താൻ. ആദ്യം അരി ഡിവൈഡഡ് ബൈ ആകെ എത്ര പേരുണ്ടെന്ന് നോക്കാം. ഓരോരുത്തർക്കും ഉള്ള വീതം കിട്ടും. 27/20. ഇത് നമുക്ക് 27/2 ചെയ്ത് നോക്കാം. 27/2 എന്ന് പറയുന്നത് 2 വെച്ച് ഹരിച്ചാൽ ഇവിടെ 10 ആവും. 27 നേരെ പാതി. 27-നെ 2 വെച്ച് ഹരിക്കാന്ന് വെച്ചാൽ അതിൻ്റെ നേരെ പാതിയാണല്ലോ. എത്രയാണ്? 13.5 അപ്പോൾ 13.5 ഡിവൈഡ് ബൈ 10. അപ്പോൾ എന്ത് വരും? ഈ 13.5-ൻ്റെ സ്ഥാനത്ത് ഒരു ദശാംശം കൂടി കൂടും. 10 വെച്ച് നമ്മളിവിടെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1.35 എന്നാവും. ഒരാൾക്ക് കിട്ടുന്ന അരിയാണ് 1.35 കിലോഗ്രാം. അടുത്ത ചോദ്യം. 1 മുതൽ തീർച്ചയായി കുറേ ഒറ്റസംഖ്യകളുടെ തുക 100 ആണെങ്കിൽ സംഖ്യകളുടെ എണ്ണം എത്ര? അപ്പോൾ നമുക്കറിയാം 1 മുതലുള്ള ഒറ്റസംഖ്യകളാണ് 1 3 5. പിന്നെ എത്രയോ കുറേ ഒറ്റസംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയ തുകയാണ് 100. നമുക്ക് ഈ സമാന്തര ശ്രേണിയിൽ തുക കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തെയ്താൽ മതി? തുക ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d. അതായത് n എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് തുക അറിയാം. തുക തന്നിട്ടുണ്ട് 100 തുക. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര സംഖ്യകളുണ്ടെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് n തന്നെ എഴുതാം. n/2 ഇൻറ്റു 2a ആദ്യത്തെ പദം 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന. അപ്പോൾ ആദ്യത്തെ പദം എന്ന് പറയുന്നത് a എന്ന് പറയുന്നത് 1. അപ്പോൾ 2 × 1 എന്ന് വെച്ചാൽ 2 എനിക്ക് എഴുതാം. 2 × 1 പ്ലസ് n-1. n നമുക്കറിയില്ല, n കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ n-1 അതുപോലെ തന്നെ എഴുതാം. d എന്ന് പറയുന്നത് പൊതുവ്യത്യാസമാണ്, കോമൺ ഡിഫറൻസ്. ആദ്യത്തെ പദം 1, രണ്ടാമത്തെ പദം 3, അടുത്ത പദം 5. അപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2. നമുക്ക് നോക്കാം. 100 ഈക്വൽ ടു n/2 ഇൻറ്റു 2 × 1 2 പ്ലസ് ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ അത് വരും 2 × n 2n മൈനസ് 2. അപ്പോൾ ഈ +2 -2 ക്യാൻസൽ ചെയ്ത് പോയി. എന്ത് വരും? 100 ഈക്വൽ ടു, ഞാൻ ഇവിടെ എഴുതാവേ, 100 ഈക്വൽ ടു n/2 ഉണ്ട്. ഇവിടെ അകത്തൊരു 2n ഉണ്ട് അല്ലേ? അപ്പം
2n² എന്നാവും. n/2 ഓൾറെഡി പുറത്തുണ്ടായിരുന്നു, അകത്ത് ഒരു n-ഉം ഒരു 2 ഉണ്ട്. അപ്പോൾ ഈ 2-ഉം 2-ഉം ക്യാൻസൽ ചെയ്ത് പോയി. n² = 100. അതായത് n-ൻ്റെ വില എത്രയായിരിക്കും? 10. അതുകൊണ്ടാണല്ലോ n² എന്തായത് 100 ആയത്. അടുത്ത ക്വസ്റ്റ്യൻ 27:3 ആണെങ്കിൽ 512:-. അതായത് ഇവിടെ 27 എന്ന് പറയുന്നത് 3-ൻ്റെ ക്യൂബാണ്. അപ്പോൾ ഏതോ ഒരു നമ്പറിൻ്റെ ക്യൂബാണ് നമുക്കിവിടെ ആൻസറായിട്ട് 512 തന്നിട്ടുള്ളത്. അതായത് 8-ൻ്റെ ക്യൂബാണ് 512. അടുത്ത ക്വസ്റ്റ്യൻ റസിയ ഒരു അലമാര വാങ്ങിയപ്പോൾ 6% വിലക്കിഴിവ് കിട്ടി. 780 രൂപയാണ് കുറഞ്ഞത്. എത്ര രൂപയാണ് റസിയ കൊടുത്തത്? അതായത് റസിയ ഏതോ ഒരു അലമാര മേടിച്ചപ്പോൾ ഒരു ഇന്ന രൂപയായി. പക്ഷേ 6% വിലക്കിഴിവ് കിട്ടി. അത് 780 രൂപയാണ്. അപ്പോൾ വാങ്ങിയ വില നമുക്കറിയില്ല. വാങ്ങിയ വില നമുക്ക് സപ്പോസ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്താൽ ഈ എക്സിൻ്റെ 6%, വാങ്ങിയ വിലയുടെ 6% കിഴിവ് കിട്ടിയത്. ഈ 6% കിഴിവ് കിട്ടിയ രൂപ 780 അപ്പോൾ നമുക്ക് വാങ്ങിയ വില കണ്ടുപിടിക്കാമല്ലോ. ഡയറക്റ്റ് എക്സ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? 780 × 100/6 എഴുതിയാൽ മതി. ഈ 0യും വെട്ടിക്കളയാൻ 0 ഒന്നുമില്ല. നമുക്ക് 6-ൻ്റെ ടേബിൾ വെച്ചിട്ട് ഈ 780 ക്യാൻസൽ ചെയ്ത് കളയാം. 7-ൽ 6 ഒരു തവണ, ബാക്കി 18 ആവും. 18-ൽ 3 തവണ, പിന്നെ ഒരു 0 ഉണ്ട്. 130 × 100 10,000 എന്ന് കിട്ടും മേടിച്ച വില. അടുത്ത ക്വസ്റ്റ്യൻ ഒരു കാറിൻ്റെ ശരാശരി വേഗത 84 km/മണിക്കൂർ ആണെങ്കിൽ 1 മിനിറ്റിൽ കാർ എത്ര ദൂരം മുന്നോട്ട് പോകും? അതായത് കാറിൻ്റെ വേഗത എന്ന് പറയുന്നത് 1 മണിക്കൂറിൽ 84 km/h. 1 മിനിറ്റിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1 മണിക്കൂറിലാണ്, 1 മണിക്കൂർ വെച്ചാൽ 60 മിനിറ്റിലാണ് 84 km പോകുന്നത്. അപ്പോൾ നമുക്ക് 1 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 60 വെച്ച് ഹരിച്ചാൽ മതി. 84 / 60. അപ്പോൾ എത്ര കിലോമീറ്റർ ആണെന്ന് കിട്ടും? കിലോമീറ്റർ പെർ മണിക്കൂറാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് മീറ്റർ എന്നാണ്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ആയിരിക്കും 1 മിനിറ്റിൽ സഞ്ചരിക്കുന്നത്. ഇത് മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 84/60 60 ഈ കിലോമീറ്റർ നമുക്ക് മീറ്റർ ആക്കാനായിട്ട് 1000 വെച്ചിട്ട് ഗുണിച്ചാൽ മതി അല്ലേ? ഇത് നോക്കാം. ഈ ഒരു 0 എടുത്ത് ഒരു 0 കട്ട് ചെയ്ത് കളയാം. 84-ൽ എത്ര 6 ഉണ്ടെന്ന് നോക്കാം. 8-ൽ ഒരു 6, ബാക്കി ശിഷ്ടം 2, 24 24-ൽ 4 6. അപ്പോൾ 14 × 100 ആൻസർ 1400 1400 മീറ്റർ. മീറ്ററിലോട്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ 1000 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ റൂട്ട് 1764 എത്ര? നാളെങ്ങനെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക? 17 64 ഘടകങ്ങളാക്കി എഴുതാം. 2 വെച്ച് ഏറ്റവും ചെറുത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. 2 വെച്ച് ചെയ്താൽ 16-ൽ 8 തവണ, ബാക്കി 16-ൽ വീണ്ടും 8 തവണ, 4-ൽ 2 തവണ, വീണ്ടും 2 വെച്ച് ചെയ്താൽ 4 4 1, വീണ്ടും 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. 3 വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. 3 വെച്ച് ചെയ്താൽ 1, ബാക്കി 1 ഉണ്ടാവും. 14-ൽ 4 തവണ, 3 4 12, ബാക്കി 2 21-ൽ 7 തവണ, വീണ്ടും 3 വെച്ച് ചെയ്യുക. 4 3 12, ബാക്കി 2 27-ൽ 9 തവണ, 49 49-ൽ നമുക്ക് വേണമെങ്കിൽ 7 × 7 49 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് 2 × 3 × 7. ഈ 2 എണ്ണം വരുന്നതെല്ലാം ഓരോന്ന് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ വർഗ്ഗമൂലം കണ്ടിരിക്കുന്നത്. അപ്പോൾ ആൻസർ 2
6 6 × 7 6 7 42. ഓപ്ഷൻ ഡി 42. അടുത്ത ക്വസ്റ്റ്യൻ 3/5 പ്ലസ് 1/3 പ്ലസ് 1/15. അപ്പം നമുക്ക് നോക്കാം, ഇതിൻ്റെ മൊത്തത്തിലുള്ള ലസാഗു എന്ന് പറയുന്നത് 15 15 ഡിവൈഡ് ബൈ 15 നമ്മൾ ചേർത്തിലെഴുതുന്നു. ആദ്യം 3/5. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ കോമൺ ആയിട്ട് 15 ഛേദത്തിൽ എഴുതിയത് കൊണ്ട് ഇവിടുത്തെ ഛേദം 5. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 3/5 പ്ലസ് 1/3 പ്ലസ് 1/15. ഇവിടെ നമുക്ക് 15 കോമൺ ആയിട്ട് ഛേദമായിട്ട് എഴുതുകയാണെങ്കിൽ മുകളിൽ വരുന്നത് ആദ്യത്തെ നമ്പറിൻ്റെ 3/5 ഛേദം എന്ന് പറയുന്നത് 5. 15 ആവണമെങ്കിൽ 3 വെച്ച് ഗുണിക്കണം. 3 × 3 പ്ലസ് അടുത്ത നമ്പറിൻ്റെ ഛേദം എന്ന് പറയുന്നത് 3 1/3. അപ്പോൾ 3 നമ്മൾ 15 എഴുതണം എന്നുണ്ടെങ്കിൽ 5 വെച്ച് ഗുണിക്കണം. അപ്പോൾ മുകളിലുള്ള അംശം 1 × 5 വെച്ച് ഇവിടെ ഗുണിക്കണം. അടുത്ത നമ്പർ 1/15. ഓൾറെഡി നമ്മുടെ ഛേദം 15 ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതാം. മുകളിൽ വരുന്ന നമ്പേഴ്സ് 9 പ്ലസ് 5 പ്ലസ് 1/15. ആൻസർ 9 10 15/15. ആൻസർ ഓപ്ഷൻ ബി 1. ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിലെ 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 11 തന്നിട്ടുണ്ട്. അതായത് 42 കുട്ടികളുടെ ശരാശരി വയസ്സ് 42 പേരുണ്ട്, അവരുടെ ശരാശരിയാണ് 11. ഇത് തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് അവരുടെ ടോട്ടൽ വയസ്സ് കിട്ടും. 42 × 11 ചെയ്താൽ എത്ര കിട്ടും? 462 കിട്ടും. ഇതാണ് 42 കുട്ടികളുടെ എല്ലാവരുടെയും കൂടിയുള്ള വയസ്സ് തമ്മിലെ തുക. ഇനി ഇതിൻ്റെ കൂടെ ടീച്ചറേയും കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ ഈ 42 എന്നുള്ളത് 43 ആയിട്ടുണ്ടാകും. ഇൻറ്റു അവരുടെ ശരാശരി വയസ്സപ്പോൾ 1 കൂടി ടീച്ചർ വന്നപ്പോൾ 11 വന്നത് 12. അപ്പോൾ 43 × 12 ചെയ്താൽ ടീച്ചർ വന്നപ്പോൾ ഉള്ള കുട്ടികളുടെയും ടീച്ചറുടെയും എല്ലാവരുടെയും വയസ്സുകളുടെ തുക കിട്ടും. 43 × 12 43 × 12 ചെയ്താൽ 26 8 516 കിട്ടും. അപ്പോൾ എന്ത് ചെയ്തു? 42 പേരുടെ വയസ്സുകളുടെ തുക 462. ടീച്ചർ കൂടി വന്നപ്പോൾ ഉള്ള വയസ്സിൻ്റെ തുക 516 ആയി. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 516 മൈനസ് 462 എന്ന് പറയുന്നത് എന്താണ്? ടീച്ചറും കൂടി വന്നപ്പോഴുള്ള വയസ്സാണ് 512. അതിൽ നിന്ന് കുട്ടികളുടെ മാത്രം വയസ്സുകളുടെ തുക കുറയ്ക്കുക. അപ്പോൾ ടീച്ചറിൻ്റെ വയസ്സ് എത്രയാണെന്ന് കിട്ടും? ആൻസർ ഓപ്ഷൻ സി 54 ഇതിൻ്റെ വയസ്സ് വരുന്നത്. അടുത്തത് 4 12 20 എന്നീ സംഖ്യകളുടെ ലസാഗു എന്ത്? ലസാഗു കാണാൻ എന്ത് ചെയ്യുക? 4 12 20 എന്നുള്ളത് നമ്മളിങ്ങനെ കണ്ടേക്കുക ചെയ്യുക. ഏറ്റവും ചെറിയ നമ്പർ വെച്ച് ലസാഗു ആണ് ഏറ്റവും ചെറിയത് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കാം. ലീസ്റ്റ് കോമൺ ഫാക്ടർ ആണല്ലോ. അപ്പോൾ 4 എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട്. 12 6 2 ഉണ്ട്. 20 10 2 ഉണ്ട്. വീണ്ടും 2 വെച്ച് ചെയ്താൽ 1 3 5. ഇത്രയുള്ളിന് കോമൺ ആയിട്ടൊന്നും പോകാനില്ല. അപ്പോൾ ഉത്തരം വരുന്നത് 2 × 2 × 3 × 5 എത്ര വരും? 60 അല്ലേ? 4 × 15 60 ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. ആരോഹണക്രമത്തിൽ എഴുതുക. ആരോഹണക്രമം എന്ന് വെച്ചാൽ ചെറുത് മുതൽ വലുത് വരെ. ഓപ്ഷൻ ഡി കണ്ടാൽ അറിയാം. 2.7 അതിനുശേഷം 3.5 4 4.2. അടുത്ത ക്വസ്റ്റ്യൻ മീര ഒരു വരിയിൽ നിന്നും 16-മതും പിന്നിൽ നിന്നും 10-മതുമാണ് എങ്കിൽ വരിയിലെ ആകെ ആളുകളുടെ എണ്ണം എത്ര? ഇപ്പോൾ നോർമലി ചില ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. 16-മതെന്ന് പറയുമ്പോൾ 16 ഡോട്ട് ഇട്ട് വെച്ചിട്ട് ചെയ്യുന്നത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ലൈൻ വരച്ച് വയ്ക്കുക. ഇതാണ് ആ ലൈൻ എന്ന് വിശ്വസിക്കുക. നേരെ ഒരു വരിയിൽ നിന്നും എന്നിൽ നിന്നും മുന്നിൽ നിന്നും 16-മത്. ഇപ്പോൾ നീര ഇങ്ങനെ കുറേ കുട്ടികളോട് നിൽപ്പുണ്ടെന്ന് വിചാരിക്കുക. അതിൽ
ഇവിടെയാണ് മീര നിൽക്കുന്നത്. ഇതാണ് 16ാമത്തെ പ്ലേസ്. 16ാമത്തെ പ്ലേസിലാണ് നമ്മുടെ മീര നിൽക്കുന്നത്. പിന്നിൽ നിന്നും 10ാമതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം മീര ഫ്രണ്ടിൽ നിന്നാണ് 16ാമത്, പിന്നിൽ നിന്ന് 10ാമത്. അപ്പോൾ ഇവിടെ മീര നിൽക്കണം എന്നുണ്ടെങ്കിൽ പിന്നിൽ നിന്ന് മീരയുടെ പുറകിലായിട്ട് 9 കുട്ടികളും കൂടി ഉണ്ടാവണം. എങ്കിലാ മീര 10ാമത് നിൽക്കാൻ പറ്റുള്ളൂ പുറകിൽ നിന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ വരിയിൽ ആകെയുള്ള ആളുകളുടെ എണ്ണം നോക്കാം. അപ്പോൾ മുകളിൽ നിന്ന് മീര വരെ എത്ര പേരുണ്ട്? ഇവിടം വരെ 16 പേരുണ്ട്. പിന്നിൽ നിന്ന് 10ാമതാണ് മീര നിൽക്കുന്നത്. അപ്പോൾ പിന്നിൽ മീരയ്ക്ക് മീരയാണ് 10ാമത് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ. പക്ഷേ മീര കഴിഞ്ഞിട്ട് പുറകിൽ 9 പേരും കൂടി ഉള്ളൂ. അപ്പോൾ 16 × 10 ഒരിക്കലും ചെയ്ത് 16 × 9 ചെയ്യുക. ആൻസർ 25. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിൻ്റെ വയസ്സ് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്. 3 പേരുടെയും വയസ്സിൻ്റെ തുക 24 ആണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എത്ര? ഇവിടെ പറഞ്ഞിട്ടുണ്ട് രാജുവിന് സോനുവിനേക്കാൾ 4 വയസ്സ് കൂടുതലുണ്ട്. സോനുവിനാണെങ്കിലോ മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഒരു പണി ചെയ്യാം. മീനയുടെ വയസ്സ് നമുക്ക് എക്സ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സോനുവിൻ്റെ വയസ്സ് എഴുതാം. സോനുവിൻ്റെ വയസ്സെന്ന് പറയുന്നത് മീനയുടെ വയസ്സിൻ്റെ 2 മടങ്ങാണ്, അതായത് 2x ആണ്. അപ്പം മീനയുടെ വയസ്സ് എക്സ് ആണ്, സോനുവിൻ്റെ വയസ്സ് 2x ആണ്. ഇനി ആരോണ്? രാജുവുണ്ട്. രാജുവിൻ്റെ വയസ്സ് സോനുവിൻ്റെ വയസ്സിനേക്കാൾ 4 വയസ്സ് കൂടുതലാണ്. സോനുവിൻ്റെ വയസ്സ് 2x ആണ്, പ്ലസ് അതിനേക്കാൾ 4 കൂടുതലാണ്. ഇനി തന്നിട്ടുണ്ട് ഈ 3 പേരുടെയും വയസ്സിൻ്റെ തുകയാണ് 24. അതായത് എല്ലാം കൂടി കൂട്ടിയാൽ 24 കിട്ടണം. നമുക്ക് നോക്കാം. എക്സ് ഉണ്ട്, മീന എക്സ് ആണ്, സോനു 2x ആണ്, രാജു 2x + 4 ആണ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 24 കിട്ടും. ഇപ്പം എന്തായി? 2x ഉം 2x ഉം 4x, 2x ഉം 2x ഉം 1x ഇവിടെ കിടക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 5x ഉണ്ട്, +4 = 24 ആണ്. അതായത് ഈ 4 ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? 5x എന്ന് പറയുന്നത് 20 ആകും. എക്സ് എന്ന് പറയുന്നത് 20/5 4 ആകും. എക്സ് ആണ് 4. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരുടെ വയസ്സാണ്? സോനുവിൻ്റെ വയസ്സാണോ? നമുക്ക് കിട്ടിയിരിക്കുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് മീനയുടെ വയസ്സാണ്. എക്സ് അതായത് മീനയുടെ വയസ്സാണ് 4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സോനുവിൻ്റെ വയസ്സാണ്. സോനുവിൻ്റെ വയസ്സ് 2x ആണ്, അതായത് 8 ആയിരിക്കും സോനുവിൻ്റെ വയസ്സ്.